ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അപ്പർ കോളോർ റിവർ. ഇവിടുത്തെ പ്രത്യേകത ഭയങ്കര ഷാലോ ആയിട്ടുള്ളൊരു റിവറാണ്. അപ്പൊ ഞാൻ അപ്പർ കോളോർ റിവർ മാത്രം ഞാൻ കണ്ടുപിടിച്ച സ്ഥലമാണ്. കൊളംബസ് നവാസ് കണ്ടുപിടിച്ച സ്ഥലമാണ്. ഞങ്ങളിപ്പോ ഉള്ളത് അപ്പർ കോളോർ റിവറിലാണ്. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആണ്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. കുറച്ചുകൂടി പറഞ്ഞാ നീ. ഇവിടെ ഭയങ്കര ഷാലോ ആണ്, ഭയങ്കര വാമാണ്. It's time to go on a journey, the world's my show. With a map and a smile on my way, new adventures every day. Traveling far, under the stars, across the seas, where dreams are free. New places to find, leaving. I love you, I love you, I love you. I'm a man. I love you, I love you, I love you. I'm a man. ഹലോ, നമസ്കാരം. ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ സിഡ്നി എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റിൽഡാണ് കേട്ടോ. അപ്പം ഈ ആഴ്ച ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേര് അപ്പർ കോളോ റിസർവ് എന്നാണ് കേട്ടോ. ന്യൂ സൗത്ത് വെയിൽസിൽ ഹോക്സ്ബറി സിറ്റി കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് അപ്പർ കോളോ റിസർവ്. ഇവിടുത്തെ ഒരു റിവറിലാണ് നമ്മൾ പോയത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏറെക്കുറെ ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു അങ്ങോട്ട്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയത്. ഒരു ഈവനിങ് പിക്നിക് ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെതർ ഫോർകാസ്റ്റിംഗ് ചെറിയ മഴയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാലും പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴേക്കും ഒരു 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഈവനിങ് ടൈം കിട്ടും. പോകുന്ന സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കൺട്രി സൈഡിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര കാമായിട്ടുള്ള വഴികളാണ് കേട്ടോ. വലിയ വലിയ പ്രോപ്പർട്ടീസ് കാണാം, കൂടുതലും ഫീൽഡുകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനിക് ഡ്രൈവിൽ കൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 1 hour നമ്മൾ ഈ സ്ഥലത്തെത്തും. അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഭയങ്കര കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അവിടുത്തെ. നമ്മളവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും തിരക്കില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതധികം ആളുകൾക്ക് ഈ സ്ഥലം അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. സാധാരണ നമ്മളിങ്ങനെ റിവറിലൊക്കെ കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നല്ല താഴ്ച ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു സൂപ്പർവിഷൻ അവർക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ ഈ ഒരു സ്ഥലം നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. കാരണം അവരുടെയൊക്കെ അരവരെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. കുഞ്ഞു കുട്ടി, നമ്മളിവിടെ പൊന്നൂസിനെ വരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കൂടെ നമുക്കും നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഓൾറെഡി വെള്ളത്തിലിറങ്ങിയതുകൊണ്ട് പിന്നെ മഴ നമുക്ക് അത്ര വലിയൊരു കൺസേൺ ആയിരുന്നില്ല. പിന്നെ നമ്മുടെ ചെറിയൊരു ബീച്ച് ടെൻറ്റും കബാനയൊക്കെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളവിടെ മണലിലിട്ടിട്ട് അതിനകത്ത് ഇരിക്കുകയായിരുന്നു പാട്ടൊക്കെ വെച്ച്. എനിവേയ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ നല്ല കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അയ്യോ പൊന്നു ഫസ്റ്റോ. ഇവിടെ പറയും ഓടിക്കോ, ഓടിക്കോന്ന് പറയും. ഓടിക്കോ കോന്നല്ല, ഓടിക്കോ. വെള്ളം ടെസ്റ്റ് ചെയ്തോളോ? ഈശ്വര, അതോടുകൂടി കയറ് വെട്ടി വീഴാവോ? ഈശ്വര, ഇവൻ പറന്നു വന്നാണോ വീഴാൻ പോണേ? ആ വീഡിയോ സൂപ്പറാ. തെന്നി വീണ മാതിരി. അവിടെ നിന്ന് ആ ഈശ്വര, മരൊടിഞ്ഞു വീഴല്ലേ?
Can I hold her? എമിക്കുട്ടി I'm going to chase Emi. വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഫാമിലി ഒക്കെ ആയിട്ട് വന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റിയത് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയത് അതേപോലെ അതെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇതുപോലെ ഇറക്കി നിർത്തി നമുക്ക് കളിക്കാൻ വിടാം. കാരണം മുങ്ങി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് നല്ലപോലെ പീസ്ഫുൾ ആയിട്ട് ടെൻഷൻ ആവാണ്ട് എൻജോയ് ചെയ്യാം. ഇവിടെ ഒരു പിക്നിക്കോ ലഞ്ചോ ആഫ്റ്റർനൂൺ ടീ ഒക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് സമാധാനമായി കഴിച്ച് വെള്ളത്തിലിറങ്ങി കുളിച്ച് ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു വീക്കെൻഡ് വന്നാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. വെള്ളം ശാലം ആയതുകൊണ്ട് കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ വിനോദം എന്താന്ന് വെച്ചാല് ഇങ്ങനെ പോവാ. ഇതാണ് മറക്കല്ലേട്ടോ. പൊങ്ങി കിടക്കാം. കുഞ്ഞൊഴുകി പോണ്ട കുഞ്ഞൊഴുകി വേണ്ട. എന്ത് വേണ്ടത്? പൊന്നൊന്ന് നീന്തിയെ കാണട്ടെ. ഞങ്ങളുടെ കൂടെ പൊതുവെ ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് വരുന്നവര് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് സുബിൻ. ഇപ്പൊ നാട്ടിലാണ്. അത് കാരണം ഞങ്ങൾക്ക് സുബിനെ മിസ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് ആദ്യമായിട്ട് കൂട്ടുകാർ. നമ്മളിൽ എന്നിട്ട് തിന്നാൻ പോണേ? കുഴിമന്തി. നമ്മളൊരു 8:30-9 മണിയോട് കൂടി നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റാം അൽമന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് കേട്ടോ. മെറിലാൻഡ്സിലാണ് ഈ സ്ഥലം ഉള്ളത്. എൻ്റെ ഇതിനു മുൻപ് പഴയ വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ പോയി മന്തി കഴിക്കുന്ന വീഡിയോസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല പൂ പോലത്തെ മന്തിയും നല്ല സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയും കിട്ടും നമുക്ക് അവിടെ കേട്ടോ. പൊന്നി നമ്മൾ എന്താ കഴിക്കാൻ പോണേ? ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ് അവിടുത്തെ. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടുമ്പം എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. മന്ത്ലി ഒരു വട്ടമെങ്കിലും ഞങ്ങൾ അവിടെ പോയിട്ടൊന്ന് കൂടാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ട് എന്ത് കഴിക്കണം എന്ന് ഓർത്ത് ആർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാറില്ല. കാരണം എല്ലാ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന മട്ടൺ മന്തി മീൽ തന്നെയാണ് നമ്മൾ മേടിക്കാറുള്ളത്. കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളൊരു 10:30 കൂടി പിരിഞ്ഞു. എനിവേ ഒരു അടിപൊളി വെൽ സ്പെൻഡ് വീക്കെൻഡ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുപോലെ മനോഹരമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മനോഹരമായിട്ടുള്ള വീഡിയോസായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും